ഭൂരഹിതരായവർക്ക് പൂർണ്ണമായും ഭൂമി നൽകിയ സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് ഇടുക്കിയെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ജില്ലയിൽ CHR മേഖല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിലേറെയും റവന്യൂ ഭൂമിയെന്നും അനധികൃത കയ്യേറ്റങ്ങളെ പാവപ്പെട്ടവന്റെ കുടിയേറ്റവുമായി താരതമ്യം ചെയ്യുവാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തിയ ഇടുക്കി ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാർ 4ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പട്ടയമേളയാണ് ചെറുതോണി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്നത്. ഇടുക്കി തൊടുപുഴ താലൂക്കുകളിലെ അർഹരായവർക്കുള്ള പട്ടയ വിതരണമാണ് സംഘടിപ്പിച്ചത്. 3.5 വർഷം കൊണ്ട് 1,80,811 പട്ടയങ്ങൾ വിതരണം നടത്തി കഴിഞ്ഞു. ഇതേ തുടർന്നാണ് 100 ദിന കർമ്മ പരിപാടിയിൽപ്പെടുത്തി 2,941 പട്ടയങ്ങൾ തയ്യാറാക്കുകയും അതിൽ 506 പട്ടയങ്ങൾ ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്തത്. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ സമീപ ഭൂതകാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം ഒരു ഗവൺമെന്റിന്റെ കാലത്ത് വിതരണം ചെയ്തത് കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴാണ്. 1,77,701 പട്ടയങ്ങൾ. അതിദരിദ്രരിൽ ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് പ്രധാനമായും റവന്യൂ വകുപ്പ് ചുമതലയിൽ ഏറ്റെടുത്തത്. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഒരു ജില്ലയിലുള്ള ഭൂരഹിതരായിട്ടുള്ള അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ പേർക്കും ഭൂമി നൽകിയ, പട്ടയത്തിലൂടെ അതിദരിദ്രരായ ഭൂരഹിതർക്ക് പൂർണ്ണമായും ഭൂമി നൽകിയ ആദ്യത്തെ ജില്ലയായി മാറിയത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കിയിൽ അതിന് നേതൃത്വം നൽകിയ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും സ്നേഹപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കട്ടപ്പനയിൽ നേരിടുന്ന ഭൂപ്രശ്നങ്ങളും നിയന്ത്രണങ്ങളും ഉടൻ നീക്കുമെന്നും അതോടൊപ്പം കഞ്ചിയാറിൽ തേക്ക് പ്ലാന്റേഷൻ എന്നും രേഖപ്പെടുത്തിയതും ഉപ്പുതറ അയ്യപ്പൻകോവിൽ ഉൾപ്പെടെ വില്ലേജുകളിലെ പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിലാണെന്നും പറഞ്ഞ മന്ത്രി കെ രാജൻ റവന്യൂ സേവനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ പ്രവാസികൾക്കുൾപ്പെടെ നികുതി അടയ്ക്കുന്നതിനും മറ്റ് സേവനങ്ങൾക്കും ഗുണകരമാകുമെന്നും പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ ഏലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമിയെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുവാൻ കഴിയുമെന്നും കെ രാജൻ പറഞ്ഞു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നാൻസി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജ് ജോസഫ്, സബ് കളക്ടർ അനൂപ് ഗർഗ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CV വർഗീസ്, K സലിംകുമാർ, ജോസ് പാലത്തിനാൽ, CM അസീസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി സ്വാഗതവും ADM ഷൈജു P ജേക്കബ് നന്ദിയും രേഖപ്പെടുത്തി. നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു. ബിജു വൈശ്യൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.